ഞങ്ങള് ഫാമിലിയിലേക്ക് വീണ്ടും വന്നിരിക്കണ കേട്ടാ. അന്നൊരു ദിവസം വന്നപ്പോ എനിക്ക് മറ്റേ വൈറ്റ് കളർ പാമ്പിനെ എടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് എടുത്തത് നമ്മൾ മലമ്പാമ്പിന്റെ പോലത്തെ പാമ്പിനാണ് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം വരുമ്പോ ആ വൈറ്റ് കളർ പാമ്പിനെ എടുക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് ആഗ്രഹം. ഇവൾക്കും അത് തന്നെയാണ് അല്ലേടി, നല്ല ഇഷ്ടമായിട്ട് ആഗ്രഹമായിട്ട് വന്നതാണ്. നോക്കാം ആ ഒരു എക്സൈറ്റ്മെന്റിലാട്ടാ വന്നേക്കണത് എന്ത് പാമ്പിനെ എടുക്കാൻ പറ്റാന്നുള്ളത്. ഇപ്പൊ ബാക്കി എല്ലാത്തിനെയും കണ്ട, ഒട്ടകത്തിനെയും കുതിരനെയൊക്കെ കണ്ട? ഒട്ടകത്തിന് വയറിളക്കാണ്. കുതിരക്കോ? കുതിര കുഴപ്പമില്ല, കുതിരക്ക് കൊടുത്തു. പിന്നെ കയറിയിട്ടില്ല, തീറ്റ കൊടുത്തു. പാമ്പിനെ വെയിലായിട്ട് കാണാനാണോ? താങ്കൾക്ക് ഇനി ഒട്ടകത്തിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. വയറിളക്കാനാണ് പോകണില്ല. കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലമായിട്ടുള്ള ഫാം വില്ലേജിലേക്കാണ് കേട്ടോ പോയത്. ആദ്യം തന്നെ നമ്മുടെ ഒട്ടകത്തിനാണ് കേട്ടോ കണ്ടത്. ആള് പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ കിടന്നുറങ്ങായിരുന്നു കേട്ടാ. കുതിരകളാണെന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടാ. നന്നുനാണെന്നുണ്ടെങ്കിൽ പ്രാവുകളൊക്കെ കണ്ടപ്പോൾ വളരെയധികം ആക്രാന്തത്തോട് കൂടി നടക്കണ്ടായിട്ടാ. മീനിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണെങ്കിലോ മീനുകളെല്ലാവരും ആക്രാന്തത്തോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ തീറ്റിട്ട് കൊടുത്തപ്പോഴും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് തവളനെ പേടിയാണ്ട് തന്നെ ഈ മീനിന്റെ മുഖം കാണുമ്പോൾ തവളനെ ഓർമ്മ വന്നാനും ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നത് ആടുകളുടെ അടുത്തേക്കാണ് കേട്ടാ. ഈ ആടാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് 4 കൊമ്പ് വെച്ചിട്ടാണ് ഇരിക്കണ്ടായിരുന്നു. ഈ എമുകളുടെ മുഖമാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രേതത്തിന്റെ ലുക്കാണ് ഇട്ടുണ്ടായിരുന്നത്. നന്നു ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ എമു നടക്കണേന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കവിടെ ഏറ്റവും ഇഷ്ടമായ ഒരു സാധനമാണ് ഈ കോഴികൾ എന്ന് പറയുന്നത്. ഈ കോഴിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ കിടക്കണ്ടായിരുന്നു. ഈ ആമയാണെന്നുണ്ടെങ്കിൽ ഒരു പാവായിട്ട് ഇങ്ങനെ നടക്കണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ പേരൊന്നും ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് 24 മണിക്കൂർ 20 മണിക്കൂർ ഉറക്കം തന്നെയായിരിക്കും കേട്ടോ. പാമ്പിനെ എടുത്തപ്പോൾ അവളുള്ള ഒരു സന്തോഷം നോക്ക്. എനിക്കാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ കിട്ടിയത് വേറെ പാമ്പായിരുന്നു. പക്ഷെ എനിക്ക് ഈ വൈറ്റ് പാമ്പിനെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അതെന്റെ ആഗ്രഹം അടിപൊളിയായിട്ട് സാധിച്ചു കേട്ടോ. പിന്നെ ഇതിനെനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, കാരണം എനിക്ക് പേടിയാണ് കേട്ടോ ഇതിനെ. ഇവരെന്റെ എത്ര കൂളായിട്ടാണെന്നറിയോ അതിനെടുത്തത്. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് തത്തക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ആദ്യം തന്നെ എല്ലാം കൂടി ഞങ്ങളെ പൊതിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോഴാണ് അരുൺ ചേട്ടന്റെ കയ്യിലും കഴുത്തിലും തലയിലും എല്ലാം ഇവിടുത്തെ ഈ തത്തകൾ കയറിയിരിക്കായിരുന്നു. ഈ ഗൊനകളൊക്കെ വെറുതെ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ കിടക്കണ കേട്ടോ. ഇവരുടെയൊക്കെ ഒരു ഭാഗ്യം അല്ലേ. അങ്ങനെ ഞങ്ങൾ ശ്വേതനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ അറിയാത്ത പോലെ ഇങ്ങനെ ആടിപ്പാടി നടന്നു വരാണ് കേട്ടാ. അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞി പിള്ളേരെ പാർക്കിൽ അവള് കയറിയിരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു കേട്ടാ. നന്നാണെന്നുണ്ടെങ്കിൽ പാർക്ക് കണ്ടിട്ട് ഒരു വെളിവുണ്ടായില്ല കേട്ടാ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അൽബേക്കിലേക്കാണ് കേട്ടാ. മന്തി കഴിക്കാൻ കയറി, മന്തി കഴിച്ചു. അപ്പൊ എല്ലാവരും ഒരു വട്ടെങ്കിലും നമ്മുടെ ഫാം വില്ലേജിലേക്ക് പോകേണ്ടതാണ് കേട്ടാ.